ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 1485 സന്ദേശം. എൻ്റെ കുഞ്ഞെ, കാരുണ്യവാനായ ദൈവത്തെ നീ ഭയപ്പെടുന്നുവോ? എൻ്റെ പരിശുദ്ധി കാരുണ്യവാനായിരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നില്ല. ഇതാ നിനക്കായി കരുണയുടെ സിംഹാസനം, തിരുസക്രാരി ലോകത്തിൽ ഞാൻ ഒരുക്കിയിരിക്കുന്നു. ഈ സിംഹാസനത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിവാരങ്ങളാലും കാവൽക്കാരാലും ഞാൻ ചുറ്റപ്പെട്ടിട്ടില്ല. ഏത് സമയത്തും ഏത് നിമിഷത്തിലും നിനക്ക് എൻ്റെ അടുക്കൽ വരുവാൻ കഴിയും. നിന്നോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്കായി കൃപാവരങ്ങൾ നൽകുവാൻ ഞാൻ അതിയായി അഭിലഷിക്കുന്നു. പ്രിയമുള്ളവരെ, അസിസിലെ വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 1485 ഇന്ന് നമ്മൾ വായിക്കുന്നത് പോലെ തൻ്റെ ജീവിതകാലത്ത് 12-ാം നൂറ്റാണ്ടിൽ ഇപ്രകാരമാണ് ജീവിച്ചിരുന്നത്. ഏത് ദേവാലയത്തിൻ്റെയും കുരിശ് അകലെ നിന്ന് കാണുന്നതേ ഫ്രാൻസിസ് പിതാവ് അവിടെ കുമ്പിട്ട് അവിടെ വസിക്കുന്ന ദിവികാരുണ്യനാഥനെ ആരാധിച്ചിരുന്നു. അദ്ദേഹം അവിടെ രൂപപ്പെടുത്തിയ പ്രാർത്ഥനയാണ്, ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു എന്ന് ആ ഒരു പ്രാർത്ഥന. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഓടിയെത്താൻ പറ്റുന്ന അഭയസ്ഥലമാണ് തിരുസക്രാരി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കിട്ടിയ ദർശനത്തിലൂടെയും അതുതന്നെയാണ് ഈശോ ഓർമ്മപ്പെടുത്തുക. ഞാൻ കാരുണ്യവാനായ രാജാവായി വാഴുന്ന തിരുസിംഹാസനമാണ് തിരുസക്രാരി. സക്രാരിയിൽ വാഴുന്ന കാരുണ്യവാനായ ഈശോയെ നമുക്ക് സന്ദർശിക്കാനായിട്ട് സാധിക്കും. നമുക്ക് സന്ദർശിക്കേണ്ടതാണ്. ജീവിതത്തിലെ ഏതൊക്കെ സാഹചര്യത്തിൽ ഒരു ദേവാലയം സന്ദർശിക്കാൻ നമുക്ക് അവസരമുണ്ടോ അതൊരിക്കലും പാഴാക്കാതിരുന്നാൽ നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ വില എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ നമ്മളെ മാത്രം കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി നമ്മളെയും കാത്ത് ഒരു വഴിയരികിൽ നിൽപ്പുണ്ടെന്നറിഞ്ഞിട്ട് അവിടെ പോകാൻ പറ്റാതെ അതിനടുത്ത് വരെ എത്തിയിട്ട് നമ്മൾ വേറെ പല കാര്യങ്ങൾക്കായിട്ട് പോയെങ്കിൽ ആ കാത്തു നിന്ന മനുഷ്യൻ്റെ കാത്തിരിപ്പും നമ്മളെ കാണാനുള്ള അതിയായ ആഗ്രഹവും എത്രയധികം മുറിവേൽപ്പിക്കപ്പെടുമെന്ന് ഓർമ്മിച്ച് നോക്കുക. അതുപോലെ തന്നെയാണ് ഈശോ വീണ്ടും പറയുക, ഞാൻ നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സക്രാരിയിൽ നിന്ന് നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു അവധിക്കാലമാകുമ്പോൾ ബോർഡിങ്ങിലായിരിക്കുന്ന ഒരു കുഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്ന പോലെ, അതല്ലെങ്കിൽ ഒരു സ്കൂള് വിടാൻ നോക്കിയിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് വീട്ടിൽ അമ്മയുടെ അടുക്കിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുമ്പോൾ വേറൊന്നുകൊണ്ടും ആ കുഞ്ഞ് സംതൃപ്തിയാകുന്നില്ല. അതുപോലെയാണ് ഈശോയ്ക്ക് വേറൊന്നുകൊണ്ടും സംതൃപ്തിപ്പെടാനായിട്ട് പറ്റത്തില്ല. എനിക്ക് പകരമായിട്ട് അവൻ മറ്റൊന്നും വിലയുള്ളതായി കണ്ടില്ല. എനിക്ക് പകരമായിട്ട് അവൻ വിലയുള്ളതായി കണ്ടത് അവനെ തന്നെയാണ്. അതുകൊണ്ടാണ് അവനെ നൽകിക്കൊണ്ട് എന്നെ അവൻ വീണ്ടെടുത്തത്. അപ്പം എന്നെ കഴിഞ്ഞും അവനെ കഴിഞ്ഞും വിലയുള്ളതായിട്ട് മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് ഈശോയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമാധാനം ഞാൻ അവൻ്റേതായി തീരുക എന്നുള്ളതാണ്. ഈശോയെ എനിക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നത് ഞാൻ അവൻ്റേതായി തീരുക എന്നത് സാധ്യമാക്കിക്കൊണ്ടാണ്. ഈശോയെ, ഞാൻ പൂർണ്ണമായി അങ്ങയുടേതാണ്. എൻ്റെ ബലഹീനതകളും എൻ്റെ കുറവുകളും എൻ്റെ പരാജയങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ മുറിവുകളും ഒന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല. എൻ്റെ ശൂന്യതയൊന്നും എന്നെ ലജ്ജിപ്പിക്കുന്നില്ല. കാരണം നീ എന്നെ സ്നേഹിച്ചു. നിന്നെ തരുവോളം, ജീവൻ ബലിയർപ്പിക്കുവോളം നീ എന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് എനിക്ക് തിരികെ തരാനായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതാ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.